റോട്ടറി ക്ലബിൻ്റെ പായസമേളയിൽ ഫസ്റ്റ് കിട്ടിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ടെൻഡർ കോക്കനട്ട് ബീട്രൂട്ട് പേൾ പായസം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിനാദ്യം വേണ്ട കരിക്കാണ്. അപ്പോൾ കരിക്ക് പൊട്ടിച്ചതിൻ്റെ വെള്ളമൊക്കെ അച്ഛൻ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഈ പ്രൈസ് കിട്ടിയ നേർച്ചയ്ക്കാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. 100 ഗ്രാം ചൗരിയാണ് വേണ്ടത്. വെള്ളം ഒഴിച്ച് കഴുകിയ ചൗരി വേവിക്കാൻ വെക്കാം. നേർച്ച ഉണ്ടാക്കും, പക്ഷെ പറയത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഒരു 1/4 കപ്പ് അരക്കപ്പോ ടെൻഡറായിട്ടുള്ള കരിക്കിൻ്റെ കാമ്പ്, ഒരു അരക്കപ്പ് കരിക്കും വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ചൗരിക്ക് വെള്ളം കുറവാണെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ഗ്ലാസ് പാല് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. പാല് തിളയ്ക്കുമ്പോൾ ഏകദേശം അരക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കുറച്ച് മതിയെങ്കിൽ ഇച്ചിരി കുറച്ചിടാം. ഏകദേശം 10-15 മിനിറ്റോളം വേവിച്ച സേഗോപ്പൾ അല്ലെങ്കിൽ ചൗരിയാണ് ഇപ്പോൾ ചേർത്തത്. അത് അരിച്ചിട്ടാണ് ചേർത്തത്. അപ്പോൾ അരിച്ചെടുത്ത ആ കട്ടിയുള്ള വെള്ളം നമ്മൾ കളയത്തില്ല. അത് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതാണ് ഇതിന് തിക്ക് കൺസിസ്റ്റൻസി വരുന്നത്. ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും വെള്ളം ഒഴിക്കില്ല, ആവശ്യത്തിന് മാത്രമേ അത് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കുങ്കുമപ്പൂവും കൂടെ ഇട്ടിട്ടുണ്ട്, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒരു ഇതും കുറുകി വരുമ്പോൾ ഇത് ഓഫ് ചെയ്യും. ഇത് ഒരു ചവരി പായസം പോലെ തന്നെ ആയിരിക്കും. ഇനി നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ്. അതായത് 1 കപ്പ് കരിക്കും വെള്ളം ഒഴിച്ച് അരിച്ചെടുത്തുണ്ടാക്കിയ തേങ്ങാപ്പാലാണിത്. ഒരു പകുതി തേങ്ങയിൽ കരിക്കും വെള്ളം ഒഴിച്ചിട്ടാണ് ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത്. ഇനി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു വലിയ ബീട്രൂട്ടാണെങ്കിൽ ഒരു 1/4 ഭാഗം മതിയാവും. ചെറിയ ബീട്രൂട്ടാണെങ്കിൽ ഒരു പകുതി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് മാറ്റി വയ്ക്കാം. ഇനി ഫൈനലായിട്ടുള്ള മിക്സിങ്ങുകളാണ്. നമ്മൾ വേവിച്ച് വെച്ച ചൗരി പായസം ഒരുവിധം തണുത്ത് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ സ്പെഷ്യൽ കട്ടി തേങ്ങാപ്പാൽ 1 കപ്പും പിന്നെ 1 ടിൻ മിൽക്ക് മെയ്ഡ് കണ്ടൻസ് മിൽക്കും പിന്നെ നമ്മൾ അരച്ച് വെച്ച കരിക്കും വെള്ളം കൂടെ അരച്ച് വെച്ച പേസ്റ്റ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ കരിക്ക് പായസമാണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഇതുമല്ല. സ്വന്തമായി കഴിച്ചു തീർക്കാൻ ഇഷ്ടമുള്ള കുട്ടിയാണിത്. ഭാഗ്യത്തിന് കോമ്പറ്റീഷനുള്ള പായസം മിച്ചം വെച്ചിട്ടുണ്ട് കഴിച്ചു തീർക്കാതെ. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇടുമ്പോൾ ഇങ്ങനെയാവും. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് വരട്ടിയെടുത്തതാണ് ഇതിലിനി ചേർക്കുമ്പോൾ പിങ്ക് കളർ വരുന്നത്. അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം കട്ടിയുള്ള കരിക്ക് പീസ്, അത് മീഡിയം കട്ടിയുള്ളത് ചോപ്പ് ചെയ്തതും കൂടെ ഇത് ചേർക്കാനുള്ളതാണ്. ബീട്രൂട്ടാണ് ചേർത്തത്. ഇതിലേക്ക് ഇട്ടിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല പിങ്ക് കളർ വരും. അപ്പോൾ നമുക്ക് വേണ്ട കളർ വരെ ഇത് ചേർത്ത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ എടുത്തത്രയും ഇട്ടപ്പോൾ ഈ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് കളർ വന്നു. ഇനി അരിഞ്ഞു വെച്ച കരിക്ക് പീസ് കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ നെയ്യ്, അധികം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മത്ത് ടേസ്റ്റ് വരും. അപ്പോൾ ഈ നട്ട്സും ബദാമും കൂടെ ഇതിൽ ഫ്രൈ ചെയ്ത് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇത് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. പണ്ടുണ്ടാക്കിയ പിങ്ക് പായസം ഇതും വ്യത്യാസമുണ്ട്. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. അത് പാലിലും ഇത് തേങ്ങാപ്പാലിലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് ചൂടാക്കാൻ പാടില്ല. നേർച്ച നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുഴുവൻ കാലം പുറത്തെടുക്കാൻ പറ്റിയില്ലെന്നൊരു വിഷമമുണ്ടെന്ന് തോന്നുന്നു. വളരെ ടേസ്റ്റി അട്രാക്റ്റീവായിട്ടുള്ള കുറേ പായസങ്ങൾ അന്ന് അവിടെ പലരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. Chess number 2, Tender Cocoa Beat. Neeraja Venugopal. വളരെയധികം സന്തോഷം നന്ദി അറിയിക്കുന്നു. സുജ
designs